ആരായി വാസ്കോ ഡ ഗാമ? വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് ഇവിടെ വന്ന ട്രാവലർ പോർച്ചുഗീസ് എവിടെന്നാണ്? പോർച്ചുഗൽ. അത് എവിടെയാണ് വന്നെത്തിയത്? കാപ്പാട്, കോഴിക്കോട്. കാപ്പാടാണ്. ഇത് എവിടെ ഹിസ്റ്ററി പഠിച്ചോ? ഞാൻ 2 വർഷം ഹ്യൂമാനിറ്റീസ്. ഇത് 6ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതല്ല. പക്ഷെ ഹ്യൂമാനിറ്റീസ് വിശദമായിട്ടുണ്ട്. 6ാം ക്ലാസ് ട്രാവലർ ആയിരുന്നു. പിന്നെ അവരുടെ ഫാമിലി അവരെങ്ങനെ കോമ്പസ് വെച്ച് കണ്ടുപിടിച്ചു. അയ്യോ, ഈ പറങ്കികൾ എന്ന് വിളിക്കുന്ന ആരെ? പറങ്കികൾ ഫോറിനേഴ്സ് ആണ്, കച്ചവടക്കാരാണ്. എക്സാക്ട്ലി എന്ന് പറയണം. ഓ ഇല്ല, കച്ചവടക്കാരാണെന്ന് അറിയാം. ഏത് വർഷം വാസ്കോ ഡ ഗാമ വർഷം അറിയത്തില്ല. ഇതൊക്കെ അറിയാതാണ് ഇവിടെ നിൽക്കണേ. What is this, Captain? ഞാൻ ആലോചിക്കാം ഏത് വർഷമായിരിക്കും. നമുക്ക് വാസ്കോ ഡ ഗാമ എടുത്ത് ചോദിക്കാം. ചോദിക്കാം. ഓക്കെ, വിളിച്ചോ. വാസ്കോ ഡ ഗാമ മാത്രമേ വരുന്നുള്ളൂ. കൂടെ തൃശ്ശൂരിൽ നിന്ന് അനുഷ്കയുമുണ്ട്. അതെ, അങ്ങനെ 2 ആൾക്കാരെ ഡിബേറ്റ് പാടാനെത്താണ് നമ്മുടെ ദക്ഷ് കുട്ടനും അനുഷ്കും എത്തുന്നു. വെൽക്കം. ഇവിടെ പാട്ട് പാടാനുള്ള സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ? സ്റ്റേജ് ഉണ്ട്, കുറച്ചും കൂടി നടക്കണം. വാ. എത്ര നേരമായി നടക്കാൻ തുടങ്ങിട്ട്? എനിക്ക് വിശക്കണു. എനിക്ക് വിശക്കണോന്ന്. വിശക്കുന്നുണ്ടല്ലേ? ആ, ശരിയാക്കി തരാ. ആദ്യം കണ്ണൊന്നടച്ച്. എന്തിനാ? കണ്ണൊന്നടക്കി. എന്തിനാ? കണ്ണടച്ച വിശപ്പ് മാറ്റാൻ ഞാനൊരു സാധനം തരാം. ഐസ്ക്രീം തരൂ. ഐസ്ക്രീം അല്ലേ? ഐസ്ക്രീം തരാ. ചോക്ലേറ്റ് ഐസ്ക്രീം തരൂ. ചോക്ലേറ്റ് ഐസ്ക്രീം തരാ. ആദ്യം കണ്ണൊന്നടക്കി. കണ്ണ് തുറക്കല്ലേ? ഇല്ല ഇല്ല, വേഗം തരണേ. ഞാൻ പറയാതെ തുറക്കല്ലേ? ഇല്ല തുറക്കല്ലേ ട്ടോ. ഇല്ല, വേഗം തരണേ. ശരി. വേഗം തരണേ. ചോക്ലേറ്റ് ഐസ്ക്രീം വേഗം തരണേ. ഹായ് ഹായ്, എന്താ? നല്ല രസമുണ്ടല്ലേ? എന്ത്? ഓടാൻ വാ, ഇനി ഓടാ. വട്ടാണല്ലേ? എന്നോട് ഒരുപാട് നേരം എങ്ങനെ ചോദിക്കണം. അതെന്താ? എന്നെ പാട്ട് പാടാൻ കൊണ്ടുപോകാൻ പറ്റിച്ചില്ലേ? പാടാനല്ലേ? ആ, വാ, കൊണ്ടുവാ. കിലുകിലുക്കം കിലുകിലുക്കം കിലുകിലുങ്ങനെ കുന്നുകേറി റെയിലു വണ്ടി വന്നു നിന്നാലും. ഹലോ. ഹലോ. ഹലോ, നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചോദിക്കാനുണ്ട്. എം ജെ അങ്കിൾ, ഏത് വർഷത്തിലാണ് വാസ്കോ ഡ ഗാമ കേരളത്തിൽ വന്നത്? 1498. കറക്റ്റ്. എങ്ങനെ പിടികിട്ടി? SST-യിൽ ഞങ്ങൾക്ക് ഈ വർഷം ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ മറന്നിരിക്കുന്നു. അത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. എത്രടാ? 1498. അത് ഏത് ദിവസമായിരുന്നു? ഏത് മാസമായിരുന്നു? ഒരു തിങ്കളാഴ്ചയായിരുന്നു. ഞാൻ ആ സമയത്ത് ജനിച്ചിട്ടേ ഇല്ല. ഞാൻ ജനിച്ചിട്ടില്ല, പക്ഷെ മെയ് 20 ആണെന്നാണ് എന്റെ ഓർമ്മ. ഇപ്പൊ 1498 മെയ് 20 അദ്ദേഹം കാപ്പാട് വന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നോട് കറക്റ്റ് ആണോ? കറക്റ്റ് ആയിരിക്കും. അനുഷ്കയ്ക്ക് അറിയാലോ? ഇല്ല. അനുഷ്ക വാസ്കോ ഡ ഗാമ എന്ന് പറഞ്ഞാൽ ആരും പോലും ആരത്? പാട്ട് കേട്ടിട്ടുണ്ട്. വാസ്കോ ഡ ഗാമ to the drama. ആ പാട്ട് കേട്ടിട്ടുണ്ടല്ലേ? മോളൊക്കെ എന്ത് വേണമെങ്കിലും ദർശനോട് ചോദിച്ചാൽ മതി. അതെ, Correct ആയി പറഞ്ഞു. നീ സത്യം പറഞ്ഞു കൊടുക്ക്. അതെ. വാസ്കോ ഡ ഗാമ പോർച്ചുഗലിലത്തെ ആളായിരുന്നു. പോർച്ചുഗീയ? പോർച്ചുഗൽ. പോർച്ചുഗീയ. ആ, യെസ്. സൗത്ത് ആഫ്രിക്കയിലാണോ എത്തിയത്? അതെ, സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. പകുതി വഴി എത്തിയിരുന്നു കേപ്പ് ഓഫ് സ്റ്റോംസ് കാരണം. അവിടുന്ന് വഴി ക്ലിയർ ആയി അറിയാത്തോണ്ട് പിന്നെ അവിടുന്ന് ഇന്ത്യൻ സെയിലറിന്റെ ഹെൽപ്പ് വെച്ചിട്ട് കാപ്പാടെത്തി. മെഡിക്കൽ. അപ്പൊ ഇന്ന് പാട്ട് ഏതാണ്? മീന വേനലിൽ. ഇതായിട്ട് യാതൊരു ബന്ധമില്ല. മീന വേനലിൽ. ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആണ്. SP വെങ്കടേഷ് സാറിന്റെ കിലുക്കം മൂവി. അതില് ജോജിയും നന്ദിനി തമ്പുരാട്ടിയാണ് കേട്ടോ. പിന്നെ MG അണ്ണനും ചിത്ര ചേച്ചിയും. അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ് അവർ രണ്ടും. അവർ പാടുമ്പോൾ എപ്പോഴും ഒരു ഹെൽത്തി ഒരു മത്സരം ഉണ്ടാവും സംഗതികൾ പാടുന്നതിൽ. അത് നേരത്തെ MG അണ്ണൻ പറഞ്ഞിട്ടുള്ളത് പല പാട്ടുകളും ചിത്ര ചേച്ചി പാടിക്കഴിഞ്ഞിട്ട് MG അണ്ണൻ പാടുമ്പോഴത്തേക്കും കൂടുതൽ സംഗതി വെച്ച് പാടും. അത് കേട്ടിട്ട് ചിത്ര ചേച്ചി വീണ്ടും വന്ന് വീണ്ടും സംഗതി കൂട്ടി പാടും. അപ്പൊ അങ്ങനെയൊക്കെ കുറെ നല്ല രസകരങ്ങളായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ടെന്ന് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അപ്പൊ MG അണ്ണനും ചിത്ര ചേച്ചിക്കാണ്
ശരി. പ്രത്യേകിച്ചും ഈ സോങ്ങിന് വേണ്ടി ബിച്ചു തിരുമല സാറാണ് എഴുതിയിരിക്കുന്നത്. യെസ് സർ. അപ്പൊ റെഡിയല്ലേ? യെസ് സർ. ലെറ്റ്സ് ഗോ. ഓക്കെ ഓക്കെ സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. ഓൾ ദ ബെസ്റ്റ് രണ്ടുപേർക്കും.
അനുഷ്ക കുട്ടി ആൻഡ് ദക്ഷ് യെസ് സർ. എത്ര മാർക്സ് ഉണ്ടാവും? ഗസ്. 98. അനുഷ്ക? 97 points. So you both are getting 97 out of 100. Thank you, sir. അപ്പോ അനുഷ്കിന്റെ ഗസ് ഏകദേശം ഒക്കെ കറക്റ്റ് ആയിരുന്നു അല്ലേ? ഓൾ ദ വെരി ബെസ്റ്റ് രണ്ടുപേർക്കും. Thank you, ചേച്ചി. ബൈ. Bye, ചേച്ചി. Bye. Bye. Bye.